എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള PSC ഈ അടുത്തൊക്കെയായിട്ട് നടത്തിയിരിക്കുന്ന പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ഫൈനൽ ആൻസർ കീ പ്രകാരം നൽകിയിരിക്കുന്ന ഉത്തരങ്ങളുമാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓരോ ചോദ്യങ്ങളും അവയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം കേരള PSC നൽകിയിരിക്കുന്ന ഉത്തരങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ ഇതിനു മുമ്പ് ഓരോ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ ഫാക്റ്റുകളും പരിചയപ്പെടുത്തുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് പരിചയപ്പെട്ടു പോകാം. അപ്പോൾ നമുക്ക് കുറേ ചോദ്യങ്ങൾ നമുക്ക് കിട്ടും PSC ഈ അടുത്തൊക്കെയായിട്ട് നടത്തിയതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാനും പറ്റും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക എന്നൊരു ചോദ്യമാണ്. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകർഷണമായ അല്ലമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും എന്നാണ് ഇവിടെ തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവസാനം തന്നിരിക്കുന്ന അല്ലമീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ പേരിലേക്ക് നമുക്ക് പോകാൻ പറ്റും. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 1898 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടിയിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹം അതിൽ ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്ലമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനുമായി തന്നെയാണ് ഈ പറയുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ആണെന്നാലും ഓർത്തിരിക്കുക. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ച ഏത് പ്രദേശത്തെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി അവധിനെയാണ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് അവധിനെ വിശേഷിപ്പിച്ച ആരെന്നൊക്കെ ചോദിക്കും. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഡൽഹൌസിയാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. അപ്പോൾ എന്താ കണ്ടെത്തേണ്ടത്? ബന്ധപ്പെടാത്തതാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ച ശേഷം പിന്നീട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വീണ്ടും ചോദ്യം പോയിട്ട് വായിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു ബന്ധപ്പെടാത്ത എന്ന് പറയുന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് വേഗം എത്താനും പറ്റും. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി എന്ന് തന്നിരിക്കുന്നു. 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടാണ്, ലാഹോർ INC-യുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലേക്ക് അത് പരിഗണിക്കാൻ പറ്റില്ല. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നതും ഈ ഒരു സമ്മേളനത്തിലാണ്, അതും ശരിയാണ്. ഇനി നിസ്സഹകരണ സമരം ആരംഭിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്, 1920 കാലഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റാണ്. 3 നമ്മുടെ ഉത്തരത്തിലേക്ക് വരണം, കാരണം തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണമെന്ന് പറഞ്ഞതും ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 1, 2, 4 ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 3 എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുന്നത് ഓപ്ഷൻ എ വാഗൺ ട്രാജഡി എന്നാണ്. പക്ഷേ ഈ ഒരു ചോദ്യം തെറ്റാണ്. ഫൈനൽ ആൻസർ കീയിൽ പോലും ഇത് ഡിലീറ്റ് ആക്കിയിട്ടുള്ള PSC. കാരണം ഈ ഒരു പരീക്ഷയിൽ ഒരുപക്ഷെ ഈ പ്രൊഫഷണൽ കീ വന്ന ശേഷം ആരും തന്നെ റിക്വസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ചെറിയൊരു എക്സാം ആയിരുന്നു. അതായത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ NCI ഹിന്ദു നാടർ ആ ഒരു വിഭാഗത്തിലേക്ക് നടത്തിയിരിക്കുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് കുറച്ച് ആൾക്കാരായിരിക്കും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക. എന്തായാലും ഇവിടെ നമ്മൾ ഉത്തരം തന്നിരിക്കുന്നു PSC ഓപ്ഷൻ എ ആണ് വാഗൺ ട്രാജഡി എന്നാണ്. ശരിക്കും അവിടെ വരേണ്ടിയിരുന്നത് 1921 ഈ ഒരു സംഭവം നടക്കുന്നു. അതിനുശേഷം ശതാബ്ദി എന്ന് പറയുമ്പോൾ 100 വർഷങ്ങൾക്ക് ഇപ്പുറം 2021 അപ്പോൾ 2021 താഴെ പറയുന്നതിൽ ഏത് സംഭവത്തിന് ശതാബ്ദി വർഷമാണ് എന്ന് ചോദിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുമായിരുന്നു വാഗൺ ട്രാജഡി. പക്ഷേ ഇവിടെ ഈ ഒരു ചോദ്യപ്രകാരം ഇത് തെറ്റാണ്. പക്ഷേ ഫൈനൽ ആൻസർ കീയിൽ PSC എന്താണ്? ഓപ്ഷൻ എ ഉത്തരമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഏത് വരില്ല? ഓപ്ഷൻ എ വരില്ല എന്നാണ് തോന്നുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. കുടിയരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേഷ് ലിംഗം, ഗുലാംഗിരി ജ്യോതിറാവ് ഫുലെ, സമ്പാദക കൗമുദി ശ്രീനാരായണ ഗുരു എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തന്നിരിക്കുന്നതിൽ 4 എന്ന് പറയുന്നത് തെറ്റാണ്. 4 എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ PSCക്കോ പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ റിനേസൻസ് എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പത്രമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ബംഗാളി ഭാഷയിൽ വന്ന സമ്പാദ് കൗമുദി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തല്ല? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതല്ല. അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ എവിടെയും നമ്മൾ സമ്പാദ് കൗമുദി ഒന്നും പഠിക്കുന്നില്ല. ആ രീതിയിൽ ചിന്തിച്ചാലും എന്ത് ചെയ്യാം? ഉത്തരത്തിലേക്ക് എത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ A, B, C, D 4 ഓപ്ഷനിൽ എല്ലാ ഓപ്ഷനിലും, അതായത് എയും സിയും ഡിയിലും എന്തുണ്ട്? 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കി അറിയില്ലെങ്കിൽ പോലും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്നതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. കുടിയരശ് എന്ന് പറയുന്നത് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി എന്ന് പറയുന്നത് വീരേഷ് ലിംഗം, ഗുലാംഗിരി എന്ന് പറയുന്നത് ജ്യോതിറാവ് ഫുലെയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘടനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഫ്രഞ്ച് വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നാണ്. അപ്പോൾ ആദ്യം വരേണ്ടത് ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അതായത് 2 ആണ് ആദ്യം വരേണ്ടത്. അപ്പോൾ 2 ആദ്യം വരുന്ന ബിയും സിയും ഉണ്ട് നമ്മുടെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ.
അടുത്ത വരേണ്ടത് അമേരിക്കൻ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതായത് 2 കഴിഞ്ഞാൽ 4 വരണം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അതിനുശേഷം പിന്നീട് വരുന്നത് ഫ്രഞ്ച് വിപ്ലവം, അതിനുശേഷമാണ് ഏത് വരുന്നത്, റഷ്യൻ വിപ്ലവം വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വളരെ പ്രസിദ്ധമായ മുഗ സിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് 7ാമത്തെ ചോദ്യമായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ PSC പരീക്ഷയിൽ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ സംസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഗൈഡൊക്കെ നോക്കി വായിച്ചു പോവുകയാണെങ്കിൽ എത്രത്തോളം കണ്ടന്റുകളുണ്ട്. പക്ഷെ PSCയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് വരികയാണ് ചെയ്യാറുള്ളത്. അത്തരത്തിലൊരു ചോദ്യമാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇതൊക്കെ പ്രത്യേകം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക. മുഗ സിൽക്ക് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് 8ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇതും PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ജോഗ്രഫി എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ആ ഒരു ഭാഗത്ത് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണിത്. ഇത് ഇതുപോലെ തന്നെ പഠിക്കുക. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണെന്ന് വെച്ചാൽ 4 ഉപഗ്രഹങ്ങൾ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? നമ്മൾ പഠിക്കാറുണ്ട് മഹാനദിയുടെ പോഷക നദിയാണ്. മഹാനദിയുടെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത്? ടെൽ എന്ന് പറയുന്ന നദി. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദിയുടെ പോഷക നദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഫൈനൽ ആൻസർക്ക് ഉത്തരം. അപ്പോൾ ഇവിടെ എന്താണ്, ഗോതമ്പൊക്കെ നമ്മൾ റാബിയിൽ പഠിക്കാറുണ്ട്. പയർ ഗോ ബാക്ക് എന്ന് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. കടുകുക പയർ ഗോ ബാക്ക് എന്ന് പറയുന്ന ആ ഒരു കോഡിലൂടെ നമ്മൾ റാബി വിളകൾ പഠിച്ചു വെക്കാറുണ്ട്. കടുക്, പുകയില, ഗോതമ്പ്, ബാർലി, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. കടുക്, പുക, പയർ, ഗോ ബാക്ക് എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ഇതിൽ ബാർലിയും പയറുവർഗവുമാണ് എന്ത്, ഈ പറയുന്ന റാബി വിളയായിട്ട് മാത്രം കൃഷി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. റാബി വിളയായിട്ട് മാത്രം കൃഷി ചെയ്യുന്ന ഏതാണ്? ഈ പറയുന്ന ബാർലിയും പയറുവർഗമാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം. ഇനി അടുത്തതിലേക്ക് വരാം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി ആണ്, പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. ടിപ്പായിമുക്ക് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ് എന്നതാണ് അടുത്ത ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ഈ ചോദ്യം വേണമെങ്കിൽ വരാൻ പോകുന്ന നമ്മുടെ LDC പരീക്ഷയിലും ചോദിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ടിപ്പായിമുക്ക് ഡാം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ തർക്കത്തിലുള്ളതാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഇന്ത്യയും അതേപോലെ തന്നെ ബംഗ്ലാദേശും തമ്മിലാണ് ഇത് തർക്കത്തിലുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ബറാക്ക് എന്ന് പറയുന്ന നദിയിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിലാണ്? ബറാക്ക്, മണിപ്പൂരിലാണ് ഇത് ഉള്ളത്. അപ്പോൾ ബറാക്ക് എന്ന് പറയുന്ന ഈ ഒരു നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഓപ്ഷൻ എ ആണ്, ശക്തികാന്ത ദാസ് ആണ് ഉത്തരമായിട്ട് വരിക. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്, ശരിയാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്, ശരിയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ് എന്ന് തന്നിരിക്കുന്നു. 3ഉം എന്താണ്? ശരിയാണ്. 14ാമത്തെ ചോദ്യം 1ഉം 2ഉം 3ഉം ശരിയാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നബാർഡുമായി ബന്ധപ്പെട്ട് അത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിച്ചത്? പണ്ട് മുതലേ ചോദിക്കാറുള്ളതാണ്. അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ബി. ശിവരാമൻ കമ്മിറ്റി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്ക് ഏതാണെന്നൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. നബാർഡാണ് ഉത്തരമായിട്ട് വരിക. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണെന്നും പണ്ട് മുതലേ ചോദിക്കുന്നതാണ്. മുംബൈ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പണ്ടൊക്കെ ഓരോരോ ചോദ്യങ്ങളായി ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നൽകുന്നു എന്നതാണ് ആകെയുള്ള ഒരു വ്യത്യാസം. ഇനി അടുത്തത്, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്നാണ് 15ാം ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഉജ്ജീവനം പദ്ധതി എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ വരുമാനവും തൊഴിലും ഉറപ്പാക്കിക്കൊണ്ട് 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത്? ഉജ്ജീവനം പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക.
ഗോൾഡൻ റെവല്യൂഷൻ, സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡൻ റെവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം എന്ന് പറയുന്നത് ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗോൾഡൻ റെവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന് ഫൈനൽ ആൻസർ കീ പ്രകാരം തന്നിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ അടുത്ത് വന്ന ഫൈനൽ ആൻസർ കീ ആണ്. അവിടെ കേരള PSC നൽകിയിരിക്കുന്ന ഉത്തരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഇന്ത്യയാണ്. ഇനി ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻ എ ആണ്, PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹലനോബിസ് ആണ്. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 109 തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം. 110 എന്നാണ് നമ്മൾ പൊതുവെയൊക്കെ പഠിക്കുക ഈ പറയുന്ന മണി ബില്ലുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷെ 109 പറയുന്നുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. അപ്പോൾ ഇത് PSC പുതുതായിട്ട് ഒരു ചോദ്യമായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. 110 നമ്മൾ കേട്ട് പോവാണ്. അപ്പോൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ 110 ഇല്ല, പലരും അതായിരിക്കും തിരയുക. അപ്പോൾ അതുകൊണ്ട് ഇതും ഓർത്ത് വെക്കാം. 109 എന്താണ്? ധനബില്ലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. 20ാമത്തെ ചോദ്യമായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് തന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ഉത്തരം 2ഉം 3ഉം ആണ്. അതായത് മായം ചേർക്കൽ, തൊഴിൽ എന്നിവയെല്ലാം എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. ഇവിടെ തന്നിരിക്കുന്നതിൽ 1 സംഭരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, 3ാമതായിട്ട് തന്നിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 3 മാത്രമാണ്. അതായത് D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നമുക്കറിയാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? D ആണ്. ഇനി സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, അതുപോലെ തന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതൊന്നും എന്തിൻ്റെ ഇതിൽ വരുന്നില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ വരുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ഒരു വ്യക്തിയുടെ പേര് പരിചയപ്പെടുന്നു, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. ഇവിടെ നമ്മൾ പറഞ്ഞു വോട്ടർ പട്ടിക തയ്യാറാക്കുക. അത് നമ്മൾ ചിലപ്പോൾ ഈ ചോദ്യം കേൾക്കണ സമയത്ത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും വായിക്കുമ്പോഴും അത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നാം. പക്ഷേ ഇവിടെ ഓർക്കുക, ERO എന്ന് പറയുന്ന ഒരു പദവിയുണ്ട്, ഒരു ഓഫീസറുണ്ട്, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയും. ഒരു പാർലമെന്ററി അല്ലെങ്കിൽ അസംബ്ലി മണ്ഡലത്തിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഈ പറഞ്ഞ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്കാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരുമായോ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായോ ഒക്കെ കൂടിയാലോചിച്ച് ഒരു ഉദ്യോഗസ്ഥനെ എന്താണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായിട്ട് നിയമിക്കും. ആര് നിയമിക്കും? നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് 1 അതിലധികമോ അസിസ്റ്റന്റ് ഇലക്ട്രൽ ഓഫീസർമാരും ഉണ്ട്. അവരെ നിയമിക്കുന്ന ആര് തന്നെയാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ത് തെറ്റാനായിട്ടുള്ള കാരണം എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അവിടെ പരിചയപ്പെട്ടൊരു ടേം എന്നാണ് ERO എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മളവിടെ പരിചയപ്പെട്ടത്. ERO എന്ന് പറയുന്ന ഒരു ടേം നമ്മളിവിടെ പരിചയപ്പെട്ടു. അപ്പോൾ അവിടെ ഓർത്തിരിക്കുക, ഈ പറയുന്ന വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടേമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇവിടെ തന്നിരിക്കുന്ന സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇലക്ഷനിലൊക്കെ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. അവിടെ ഓർത്തിരിക്കേണ്ട ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന പേരാണ് അവിടെ ഓർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 1ാമത്തതും ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ ഈ പറയുന്ന ചുമതലയിൽ ഉൾപ്പെടാത്തത്. ഇനി അടുത്തേക്ക് വരാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ കീയിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. 1949 ഡിസംബർ 9 എന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ശരിക്കും വരേണ്ടത് 1946 ഡിസംബർ 9 എന്നാണ് വരേണ്ടത്. പക്ഷേ ഫൈനൽ ആൻസർ കീയിൽ PSC ഇങ്ങനെ ഒരു ഉത്തരം കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കുക, 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് ഡിസംബർ 6 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യ സമ്മേളനം ചേരുന്നത് 1946 ഡിസംബർ 9-നാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത ആരെന്നാണ് 23ാം ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, PK തുങ്കൻ കമ്മിറ്റിയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത ആരാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ്, കോ വാറന്റോ,
സെർഷോററി എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. റിട്ടുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഇത് മൂന്നും പറ്റും. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. 24ാമത്തെ ചോദ്യം. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമാണ്. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്നത് രാജ്യത്തിൻ്റെ പ്രതിരോധം, അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, പരിസ്ഥിതി സംരക്ഷണം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 2ഉം 4ഉം മാത്രമാണ്. അതായത് അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം, ഇത് രണ്ടുമാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 44ാം ഭേദഗതിയിലൂടെയാണ്. 44ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ എന്താക്കി മാറ്റിയത്? ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമെന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചത് എന്നാണ്. 2019 ഓഗസ്റ്റ് 5 എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. 2019 ഓഗസ്റ്റ് 5. ഇപ്പം ഈ ഒരു ചോദ്യത്തിൽ ഓഗസ്റ്റ് 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും വരേണ്ടത് ഈ ഒരു ബില്ല് നമ്മുടെ ഈ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത് അമിത്ഷായാണ്. ഈ ഒരു ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്ന ഡേറ്റ് ആണ് ഈ തന്നിരിക്കുന്ന 2019 ഓഗസ്റ്റ് 5 എന്ന് പറയുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഈ ഒരു ബില്ല് ലോകസഭ പാസ്സാക്കുകയാണ്. അതിനുശേഷം ഓഗസ്റ്റ് 9-ാം തീയതി ഇത് ആരൊപ്പിടുകയാണ്? നമ്മുടെ രാഷ്ട്രപതി ഒപ്പിടുകയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം 2019 ഓഗസ്റ്റ് 5 ഉത്തരമായിട്ട് വരും. അതിൻ്റെ രീതി ഇങ്ങനെയാണ്. അമിത്ഷാ അവതരിപ്പിക്കുന്നു രാജ്യസഭയിൽ, അന്ന് തന്നെ പാസ്സാക്കുന്നു. അതായത് 2019 ഓഗസ്റ്റ് 5-ന്. തുടർന്ന് തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 6-ാം തീയതി ഇത് രാജ്യസഭ പാസ്സാക്കി. അതിനുശേഷം ഓഗസ്റ്റ് 9-ാം തീയതി ഇത് പ്രസിഡന്റ് ഒപ്പുവെക്കുകയാണ്. അതിനുശേഷം നമുക്കറിയാം 2019 നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനത്തിന് ഈ ഒരു ബില്ല് നിലവിൽ വരികയാണ്. അതായത് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയും അതേപോലെ തന്നെ ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയും വരികയാണ് 2019 ഒക്ടോബർ 31-ന്. അപ്പോൾ ഈ ഡേറ്റുകൾ ഓർക്കണം. ഇത് ഓഗസ്റ്റ് 5-ന് രാജ്യസഭ അവതരിപ്പിച്ചത് അമിത്ഷാ, ഓഗസ്റ്റ് 6-ന് ലോകസഭ, അതേപോലെ തന്നെ രാംനാഥ് കോവിന്ദാണ് ഇതിൽ ഒപ്പിടുന്നത്, അത് ഓഗസ്റ്റ് 9-ന്. അതിനുശേഷം 31-ന് ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനത്തിൽ ഇത് നിലവിൽ വരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2022-27 ഓപ്ഷൻ ബി. 28-ാം ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 4 മാത്രമാണ്. അതായത് ഓപ്ഷൻ ഡി ആണ്, കുടുംബശ്രീയാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്? താലോലം, സ്നേഹപൂർവ്വം, ശ്രുതിതരംഗം പറ്റും, പക്ഷെ കുടുംബശ്രീ ഇതിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദമാണ്. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഏത് അനുച്ഛേദത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ 243 ഐയിലും അതുപോലെ തന്നെ 243 വൈയിലുമാണ്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 30-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 243 ഐയും 243 വൈയും. ഇനി അടുത്തത് 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 22 രൂപയുടെ വർധനമെന്നാണ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം. പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയുമായിട്ട് പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക്
പട്ടിക 1 യോജിച്ചു വരുന്ന കോഡ് നമുക്ക് കണ്ടുപിടിക്കണം. മന്ദഹാസം പദ്ധതി നമുക്കറിയാം. മന്ദഹാസം എന്ന് പറയുന്നത് എന്താണ്? നിരാലംബരായ വിധവകൾ, കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ഇരകൾ, ഭിന്നശേഷിയുള്ളവർ, BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ, ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോൾ അത് BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ടതാണ് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് 4 ബന്ധിപ്പിക്കേണ്ടത്. അപ്പം 4 തുടങ്ങുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ്? Aയും ഉണ്ട്, Bയും ഉണ്ട്. അപ്പോൾ നമുക്ക് Cയും Dയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ആക്കാൻ പറ്റും. ഇനി അടുത്തത് സമന്വയ പരിപാടി, പിന്നെ അഭയകിരണം, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. അതിൽ സമന്വയ പരിപാടി എന്ന് പറയുന്നത് B എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് Aയും Bയും ആണ് നമ്മുടെ കൈവശമുള്ളത്. ആ B എന്ന് പറയുന്ന 5 ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് സമന്വയ പരിപാടി. അടുത്ത ഓപ്ഷനിൽ 1 തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി അവസാനമുള്ളത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഇവിടെ 3 ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഭിന്നശേഷിയുള്ളവർ, അതേപോലെ തന്നെ B എന്ന് പറയുന്നത് കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ഇരകൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പറയുന്ന നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ഭിന്നശേഷിയുള്ളവരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്, ഈ 32ാം ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത് അത് BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തത് സമന്വയ പരിപാടി എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഭയകിരണം പദ്ധതി എന്ന് പറയുന്നത് നിരാലംബരായ വിധവകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭിന്നശേഷിയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഓപ്ഷൻ സിയിൽ തന്നിരിക്കുന്ന അഭയകിരണം എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് അഭയസ്ഥാനമില്ലാത്ത വിധവകൾക്ക് അഭയവും കുടുംബ ചുറ്റുപാടും നൽകുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതിന് കേരള സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇവിടെ ഓപ്ഷൻ സിയിൽ തന്നിരിക്കുന്ന അഭയകിരണം എന്ന് പറയുന്ന പദ്ധതി. ഇപ്പോൾ ഓപ്ഷൻ സിയിൽ തന്നിരിക്കുന്ന അഭയകിരണം നിരാലംബരായ വിധവകളുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ആ പദ്ധതി? അഭയസ്ഥാനമില്ലാത്ത വിധവകൾക്ക് അഭയവും കുടുംബ ചുറ്റുപാടും നൽകുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതിന് കേരള സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം എന്ന് പറയുന്ന പദ്ധതി. ഈ നമ്മുടെ എയിൽ കൊടുത്തിരിക്കുന്ന മന്ദഹാസം പദ്ധതിയാണ്. അത് നമ്മൾ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരുമായിട്ടാണ് കണക്ട് ചെയ്തത്. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ്, കൃത്രിമ പല്ല് അത് സൗജന്യമായിട്ട് വെച്ചു കൊടുക്കലാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമാണ്. അപ്പോൾ BPL കുടുംബങ്ങളാണ്. അതിൽ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് തികഞ്ഞവരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതാണ് മന്ദഹാസം പദ്ധതി. ഇനി ഇവിടെ അടുത്ത് കൊടുത്തിരിക്കുന്ന സമന്വയ എന്ന് പറയുന്ന പദ്ധതിയാണ്. അത് നമ്മുടെ സമന്വയ എന്ന് പറയുന്ന പദ്ധതി എന്തുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ട്രാൻസ്ജെൻഡേഴ്സുമായിട്ടാണ് സമന്വയ എന്ന് പറയുന്ന പദ്ധതി ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായിട്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി മുഖേന സർവേ നടത്തുകയുണ്ടായി. ഇതുപ്രകാരം തുല്യതാ പരീക്ഷ എഴുതുന്നതിന് സന്നദ്ധരായ 914 പേരെ കണ്ടെത്തുകയും അവർക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനുമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അത്തരത്തിൽ ആദർശവൽക്കരിക്കപ്പെട്ടവരെ ദൃശ്യരാക്കി മാറ്റുവാൻ തുടർ വിദ്യാഭ്യാസത്തിലൂടെ അവസരമൊരുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട സമന്വയ എന്ന് പറയുന്ന പേരിലുള്ള സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന ഈ ഒരു പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അത് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന സമന്വയ എന്ന് പറയുന്ന പദ്ധതി. ഇനി അടുത്തത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമാണ്. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് ഈ പറഞ്ഞ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. നാഷണൽ ട്രസ്റ്റ് ആക്ട് മുഖേന രജിസ്റ്റർ ചെയ്ത സംഘടനകൾ വഴി നടപ്പിലാക്കുന്ന സ്കീമുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിരാമയ ഇൻഷുറൻസ് സ്കീം. 1 ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ ചെലവ് ലഭിക്കുന്നു.
പദ്ധതിയിൽ ചേരുന്നതിന് BPL വിഭാഗം 250 രൂപയും APL വിഭാഗം 500 രൂപയും പ്രീമിയം തുക അടയ്ക്കണം. കേരളത്തിൽ ഈ പ്രീമിയം തുക സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് നോഡൽ ഏജൻസി സെന്റർ വഴി അടയ്ക്കുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി എന്ന കാര്യം ഓർക്കുക. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇത്ര നേരം വായിച്ചത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലുള്ള കാര്യങ്ങളാണ്. swd.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങളൊന്ന് സന്ദർശിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ കുറേ പദ്ധതികൾ, നമുക്ക് പദ്ധതികളുമായി ബന്ധപ്പെട്ട് PSCയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഈ ഒരു വെബ്സൈറ്റിനുള്ളിൽ നിന്നാണ്. കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പദ്ധതികളും ഉണ്ട്. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, സാമൂഹിക പ്രതിരോധം, ട്രാൻസ്ജെൻഡർ, ഇതാണ് ആ ഒരു വെബ്സൈറ്റ്. SWD സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് ആണ്. അതിൽ സ്കീമുകൾ എന്നൊക്കെ പറഞ്ഞ് മുകളിൽ നിങ്ങൾക്ക് ഒരു മെനു കാണാം. അത് ക്ലിക്ക് ചെയ്താൽ മൊത്തം പദ്ധതികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഈ 4 പദ്ധതികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21/മെട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോട് കൂടെ അംഗീകരിച്ചത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ D ആണ്.